ആശമാരുടെ ധനസഹായം ഉയർത്തണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. നിലവിലെ ധനസഹായം ഭക്ഷണത്തിന് പോലും തികയുന്നില്ല എന്നും ആശമാരെ ആരോഗ്യ ഗവേഷണ മേഖലയിലും ഉപയോഗിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തു. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരും. സജു, എന്തൊക്കെയാണ് ഈ ശുപാർശ? അനീഷ, തീർച്ചയായിട്ടും ഈ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ ആശമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ സർക്കാരിനോട് ശുപാർശ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു മീറ്റിംഗ് കൂടിയത്. അതിലും ഇത് തന്നെ ഇത്തരം ആവശ്യം തന്നെ മുൻപോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ആശമാരുടെ സേവനങ്ങൾ അത് വലിയ രീതിയിൽ ആരോഗ്യ മേഖലയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള സേവന വേതന വ്യവസ്ഥകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ആ മീറ്റിംഗിലും ഉയർന്നു വന്നിരുന്നു. പാർലമെന്റിൽ ആരോഗ്യമന്ത്രി JP നദ്ദ ഇത്തരം കാര്യങ്ങളൊക്കെയും അദ്ദേഹം പറഞ്ഞതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, രാംഗോപാൽ അധ്യക്ഷനായ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇപ്പോൾ ഈ ഒരു ആവശ്യം സർക്കാരിനോട് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ ആശമാരുടെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയമ നടപടികൾ ഉണ്ടാകണം. നമുക്കറിയാവുന്നതുപോലെ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഇത് അടിയന്തരമായി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതുപോലെ വിവിധ MPമാർ, കേരളത്തിൽ നിന്നുള്ള UDFന്റെ വിവിധ MPമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ഈ വിഷയം KC വേണുഗോപാൽ അടക്കമുള്ളവർ പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെയും കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആരോഗ്യമന്ത്രിയുമായിട്ടും അതുപോലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമൊക്കെയും ചർച്ച നടത്തിയിരുന്നു. എന്തായാലും അനുഭവപൂർണ്ണമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു രാംഗോപാൽ വർമ്മയുടെ അധ്യക്ഷതയിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അനീഷ. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.